രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ അഭിമുഖം വന്നതിന് ശേഷം തീർച്ചയായും ചില വെടിപൊട്ടലുകൾ ഉണ്ടാകുമെന്ന് നമ്മൾ എല്ലാവരും കരുതിയിരുന്നതാണ്. കാരണം അത്രയും വിശദമായി തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം ആ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിലെ ആദ്യ വെടി ഇതാ പൊട്ടിക്കഴിഞ്ഞു. ആദ്യ വെടി പൊട്ടിയിരിക്കുന്നത് ചില ചാറ്റുകൾ പുറത്തുവിട്ടുകൊണ്ടാണ്. 3 ബലാത്സംഗ കേസുകളിൽ പ്രതിയായ പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ ആദ്യമായാണ് മാധ്യമങ്ങൾക്ക് മുൻപിൽ പ്രതികരണവുമായി രംഗത്ത് വന്നത്. 24 ന്യൂസ് ചാനൽ ഹാഷ്മി താജ് ഇബ്രാഹിമിന് നൽകിയ അഭിമുഖത്തിലാണ് രാഹുൽ സ്വയം വാദങ്ങൾ നിരത്തി രംഗത്ത് വന്നത്. ഇന്നലത്തെ അഭിമുഖത്തിൽ താൻ സാമ്പത്തിക ചൂഷണം നൽകി എന്ന 3ാമത്തെ പരാതിക്കാരിയുടെ ആരോപണവും രാഹുൽ തള്ളിയിരുന്നു. ഫ്ളാറ്റ് വാങ്ങിത്തരാൻ താൻ ആവശ്യപ്പെട്ടിട്ടില്ല, ചെരുപ്പ് വാങ്ങി തന്നുവെന്ന ആരോപണവും വസ്തുതാവിരുദ്ധമാണ്. മെസ്സേജുകൾ മുഴുവൻ പുറത്തുവിടണമെന്നും ആവശ്യപ്പെട്ടു. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പുറത്തുവിട്ട ചാറ്റിലെ 5 മെസ്സേജുകൾ മുകളിലേക്കും 5 മെസ്സേജുകൾ താഴോട്ടും പുറത്തുവിടാൻ തയ്യാറുണ്ടോ? രാഹുൽ ചോദിച്ചിരുന്നു. രാഹുലിന്റെ വെല്ലുവിളിക്ക് പിന്നാലെ വിഷയത്തിൽ രാഹുലിന് നൽകിയ സാമ്പത്തിക സഹായവുമായി ബന്ധപ്പെട്ട രേഖകൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച മാധ്യമപ്രവർത്തക ലക്ഷ്മി പത്മ രംഗത്തു വന്നു. സൗന്ദര്യവർദ്ധക വസ്തുക്കൾ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പാലക്കാട് MLAയുടെ അഭിമുഖം എടുത്ത ഹാഷ്മിയെ വിമർശിച്ചുകൊണ്ടാണ് ലക്ഷ്മി പത്മ രംഗത്തു വന്നത്. ഹാഷ്മി താജ് ഇബ്രാഹിം ചോദിക്കാതെ പോയ ചില ചോദ്യങ്ങളും സമാഹരിക്കാതെ പോയ തെളിവുകളും നിരത്തിക്കൊണ്ടാണ് ബിഗ് ന്യൂസിലെ മാധ്യമ പ്രവർത്തക രംഗത്തു വന്നത്. രാഹുലിന് പലപ്പോഴായി പരാതിക്കാരി പണം നൽകിയതിന്റെയും സ്ക്രീൻഷോട്ട് സൺസ്ക്രീൻ വാങ്ങിച്ചു നൽകിയതിന്റെയും രേഖകളാണ് അവർ പുറത്തുവിട്ടിരിക്കുന്നത്. ഇക്കാര്യം കോടതി വ്യവഹാരത്തിന്റെ ഭാഗമായിരുന്നു എന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. ലക്ഷ്മി പത്മയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് നോക്കാം. മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ 24 മാധ്യമപ്രവർത്തകൻ ഹാഷ്മി താജ് ഇബ്രാഹിം ചോദിക്കാതെ പോയ ചില ചോദ്യങ്ങൾ, സമാഹരിക്കാതെ പോയ തെളിവുകൾ. 1. 3ാമത്തെ പരാതിക്കാരിൽ നിന്നും സാമ്പത്തികവും സമ്മാനങ്ങളും സ്വീകരിച്ചില്ല എങ്കിൽ അവർ നടത്തിയിരിക്കുന്ന ബാങ്ക് ട്രാൻസ്ഫറുകളും ഓൺലൈൻ പർച്ചേസുകളും കൊറിയർ ഡെലിവറികളും എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരിലേക്കാകുന്നത്? കോടതി സമക്ഷമുള്ള തെളിവുകളാണ് ഞാൻ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ 2ാമത്തെ ചോദ്യവും വരുന്നുണ്ട്. അതിജീവിതകൾക്കെതിരെ ദുർബലവാദ മുഖങ്ങൾ ഉയർത്താൻ ഒരു മടിയും കാണിക്കാത്ത രാഹുൽ എന്തുകൊണ്ടാണ് ഗർഭചിത്രം അടക്കമുള്ള ഗുരുതര പരാതികളെ കുറിച്ച് മിണ്ടാതെ പോയത്? 3. തനിക്ക് ഉത്തരമില്ലാത്ത കാര്യങ്ങൾ വരുമ്പോൾ അവയെല്ലാം കോടതിയുടെ പരിഗണനയിലല്ലേ എന്ന് ഉരുളുന്ന രാഹുൽ കോടതിയുടെ പരിഗണനയിൽ തെളിവുകളായി ഇരിക്കുന്ന ചാറ്റുകളെ പറ്റി തെറ്റിദ്ധാരണജനകമായ കാര്യങ്ങൾ പറയുന്നത് എങ്ങനെ? 4. പാലക്കാടുകാരി അല്ലാത്ത 3ാം പരാതിക്കാരിയെ എന്തിന് രാഹുൽ ഫ്ളാറ്റ് വാങ്ങലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ബിൽടെക് ഗ്രൂപ്പുമായി സംസാരിക്കാൻ ചുമതലപ്പെടുത്തണം? അതുപോലെ തന്നെ അതിലിപ്പോൾ രാഹുൽ മാങ്കൂട്ടം തന്നെ പറയുന്നുണ്ട്, അവരൊരു NRI ആണ്, അതുകൊണ്ടാണ് ഞാൻ അവരുമായി സംസാരിക്കാനായി പറയുന്നത് എന്നൊക്കെയാണ് രാഹുൽ അതിനകത്ത് ആ ഇന്റർവ്യൂ തന്നെ അതിനൊരു ആൻസർ നൽകുന്നുമുണ്ട്. 5. തന്റെ ഫ്ളാറ്റിലേക്ക് വരുന്നത് സേഫ് ആണ് എന്ന് കരുതിയാണ് 3ാം പരാതിക്കാരി അവിടേക്ക് വരാമെന്ന് ഏറ്റതെങ്കിൽ എന്തിനാണ് അവർ അവരുടെ സുഹൃത്തിനെയും രാഹുലിന്റെ സുഹൃത്തായ ഫെനിയെയും ഒപ്പം കൂട്ടണമെന്ന് ഈ ചാറ്റുകളിൽ പറയുന്നത്? കോടതിയിൽ തെളിവായിരുന്ന ചാറ്റിന്റെ സ്ക്രീൻഷോട്ടാണ് താഴെ നൽകിയിരിക്കുന്നത് പറഞ്ഞുകൊണ്ട് ഈ ചാറ്റ് ഒക്കെ തന്നെ പുറത്തുവിട്ടിരിക്കുകയാണ്. 6. പരാതിപ്പെട്ട 3 പേരുമായി ഉഭയകക്ഷി സമ്മത പ്രകാരമാണ് ബന്ധമെന്ന് രാഹുൽ പറയുമ്പോഴും ഒരു രാഷ്ട്രീയ നേതാവിന് ഒരേ സമയം ഇതെങ്ങനെ സാധ്യമാകുമെന്ന ധാർമ്മികമായ ചോദ്യമുണ്ട്. ഈ കേസുകൾ നേരാവണ്ണം പഠിച്ചെങ്കിൽ ഹാഷ്മിക്ക് അതിന് ആകാമായിരുന്നു എന്നുള്ളതാണ്. അതായത് ഹാഷ്മിയുടെ ചോദ്യം പോരായിരുന്നു എന്ന് ഉള്ള ചിലർ ഉണ്ട്. ശരിക്കും എനിക്കും അങ്ങനെയാണ് തോന്നുന്നത്. കാരണം അദ്ദേഹം അനാവശ്യമായി ഇടപെടാനാണ് ശ്രമിച്ചത്. കൃത്യമായ ചോദ്യം ചോദിക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. അനാവശ്യമായിട്ട് ഇടപെട്ട് അതിനെ കുഴപ്പിക്കാനാണ് നോക്കിക്കൊണ്ടിരുന്നത് എന്നാണ് എനിക്ക് മനസ്സിലായത്. കാരണം രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞ രാഷ്ട്രീയ നേതാവിനെ വളരെയേറെ സ്നേഹിക്കുന്ന കുറച്ചധികം ആളുകളിൽ ഒരാളാണ് ഞാനും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടം തെറ്റ് ചെയ്തിട്ടില്ല എന്ന് മുമ്പ് ചാണ്ടിയുമ്മൻ പറഞ്ഞതുപോലെ അഗ്നിശുദ്ധി വരുത്തേണ്ടതുണ്ട്, മറ്റാരുടെ മുന്നിലുമല്ല ജനങ്ങളുടെ മുന്നിൽ. അങ്ങനെ അഗ്നിശുദ്ധി ജനങ്ങളുടെ മുന്നിൽ വരുത്തേണ്ടതുണ്ടെങ്കിൽ കൃത്യമായി കുറെ കൂടി ശക്തമായ ചോദ്യങ്ങൾ ചോദിക്കേണ്ടതുണ്ട്. എന്നാൽ ജനങ്ങൾ പറയുന്നത് ജനങ്ങൾക്ക് ബോധ്യപ്പെടേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായി രാഹുൽ പറഞ്ഞു എന്നുള്ളതാണ്. അതായത് കൃത്യമായി രാഹുൽ പറഞ്ഞു. ഏകദേശം ഒരു 6000-ലധികം കമന്റുകളാണ് ഈ പറയുന്ന അഭിമുഖത്തിന് താഴെ. 6000-ന് മുകളിൽ 10,000 ആയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ, അതിന് മുകളിലാണ് കമന്റുകൾ വരുന്നത്. അതിലൊരു 6000-ലധികം കമന്റുകളും അദ്ദേഹത്തിനെ പിന്തുണച്ചുകൊണ്ടുള്ള കമന്റുകളാണ്, രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ചുകൊണ്ടുള്ള കമന്റുകളാണ്. അതിനെ താഴെ പിന്തുണയ്ക്കുന്നവരെ തെറി വിളിക്കുന്നവരുടെ കമന്റുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കുന്നവർ ധാരാളമായി ഉണ്ട് എന്ന് പറയുന്നുള്ളൂ. മാത്രവുമല്ല രാഹുൽ ഇപ്പോൾ ഇട്ടിരിക്കുന്ന മോതിരം കണ്ടു പറയുന്നത്, രാഹുൽ താങ്കളുടെ വിവാഹ നിശ്ചയമൊക്കെ കഴിഞ്ഞോ എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചുകൊണ്ടുള്ള ചോദ്യങ്ങളുമൊക്കെ
കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടം ശക്തമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അത് കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയതാണ് തന്നെ ഏറ്റവും കൂടുതൽ തളർത്തിയ കാര്യമെന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് രാഹുൽ. ഏതായാലും ഈ പറയുന്ന പോലെ തന്നെ ഇവിടുത്തെ മാധ്യമ മേഖലയിൽ തന്നെ അത്യന്തം നിഷ്ഠൂരമായ ലൈംഗിക അതിക്രമങ്ങൾ മാധ്യമ മേഖലയിൽ തന്നെയുള്ള മറ്റ് സ്ത്രീകൾക്കെതിരെ ഉണ്ടായി എന്നറിഞ്ഞിട്ടും ഇതുവരെയും പ്രാപ്തിപ്പെടാത്തവർ അവയിലേക്ക് ഒന്നും പരോക്ഷമായ ഒരു ചോദ്യമുന പോലും ഹാഷ്മിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാക്കാത്തത് എന്തുകൊണ്ടാണ്? അതിജീവിതകൾ, അതായത് പരാതിയുമായി എത്തിയവരും അല്ലാത്തവരും സൈബർ ഇടങ്ങളിലും അല്ലാതെയും നേരിടുന്ന ആക്രമണങ്ങൾ നേരിട്ടറിയാവുന്ന ഹാഷ്മി അവരൊക്കെ മരണക്കയത്തിലേക്ക് പോകാതെ പിടിച്ചു നിൽക്കുന്നതിന്റെ അധ്വാനം കുറെ ഒക്കെ മനസ്സിലാക്കിയ ഹാഷ്മി അവരുടെ എല്ലാം ചങ്ക് തകരുമെന്ന് നല്ല ഉറപ്പുണ്ടായിട്ടും ഇങ്ങനെ ഒരു വേട്ടക്കാരന് സ്പേസ് ഒരുക്കും മുൻപ് മിനിമം ഹോംവർക്ക് എങ്കിലും ചെയ്യണമായിരുന്നു എന്നുള്ളതാണ്. ശ്വാസമെടുക്കാതെ നിങ്ങൾ നടത്തുന്ന ധാർമ്മിക പ്രസംഗങ്ങളിൽ കുറച്ചെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ മുറിവേറ്റ ഈ മനുഷ്യരെ കൂടി ഒന്ന് കേൾക്കാമായിരുന്നു എന്നുള്ളതാണ്. അഭിമുഖത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞ ചില വാക്കുകൾ നമുക്ക് നോക്കാം. ഫ്ളാറ്റ് വാങ്ങി നൽകാൻ താൻ ആവശ്യപ്പെട്ടു എന്ന ആരോപണം തെറ്റാണ് എന്നാണ് രാഹുൽ അഭിമുഖത്തിൽ പറഞ്ഞത്. ഒരു ബിൽഡർ തനിക്ക് നൽകിയ ഡിസ്കൗണ്ടിനെ കുറിച്ച് അന്വേഷിക്കാൻ സുഹൃത്തെന്ന നിലയിൽ പരാതിക്കാരിയോട് ആവശ്യപ്പെടുകയാണ് ചെയ്തത്. ആ സംഭാഷണത്തിന്റെ മുകളിലെയും താഴേക്കുമുള്ള മെസ്സേജുകൾ പരിശോധിച്ചാൽ ഇത് ബോധ്യപ്പെടും. താൻ ലോൺ എടുത്ത് സ്വന്തം പണം ഉപയോഗിച്ചാണ് ഫ്ളാറ്റ് വാങ്ങാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. വിവാഹം കഴിച്ച് കുടുംബവുമായി ജീവിക്കുമ്പോൾ വലിയ ഫ്ളാറ്റാണ് വേണമെന്ന് അവർ തന്നെ പറയുന്നു. ചാറ്റുകൾ പുറത്തുവിടാൻ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന പരാതി നിലനിൽക്കില്ല എന്നും രാഹുൽ ചൂണ്ടിക്കാട്ടി. ചെരുപ്പ്, സൺസ്ക്രീൻ, ലോഷൻ തുടങ്ങിയവ വാങ്ങി നൽകാൻ ആവശ്യപ്പെട്ടു എന്ന പരാതികളെയും രാഹുൽ പരിഹസിച്ചാണ് തള്ളിയത്. ഒരു ചെരുപ്പിന്റെയും ലിങ്ക് അവർ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് താൻ അത് സ്വന്തം പണം നൽകി വാങ്ങുകയാണ് ചെയ്തത്. ഇത്തരം നിസ്സാരമായ കാര്യങ്ങൾ വലിയ ആരോപണങ്ങളായി മാറ്റുകയാണെന്നും അദ്ദേഹം പറയുന്നു. ഈ പരാതികളിൽ പറയുന്നതിനേക്കാൾ വലിയ സത്യങ്ങൾ കോടതിയിലൂടെ പുറത്തു വരുമെന്നും രാഹുൽ മാങ്കൂട്ടത്തെ അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും കേൾക്കാൻ പോകുന്നത് നിങ്ങൾ ഇതുവരെ കേട്ടില്ലാത്ത തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. ഇതിന് പിന്നിൽ 4 ജേർണലിസ്റ്റുകളും അവരുടെ അതിൽ ഒരാളുടെ പാർട്ണറും ഉണ്ട് എന്നടക്കമുള്ള കാര്യങ്ങളും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്.